എനിക്കു 2 കാര്യങ്ങൾ അങ്ങയോട് പറയുവാനുണ്ട്. ഇത് തീർച്ചയായും അങ്ങ് ഇഷ്ടപ്പെടും. എന്നെ മയക്കത്തിൽ നിന്നുണർന്നപ്പോൾ തന്നെ എഴുതണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. എന്നാൽ കൂടുതൽ തിടുക്കത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുള്ളതിനാൽ അവ ഞാൻ പിന്നീട് എഴുതിക്കൊള്ളാം. ആദ്യം പറയാൻ ആഗ്രഹിച്ച കാര്യം ഇതാണ്. ഹിലേൽ, ഗമാലിയേൽ, ഷെമൈ എന്നീ പേരുകൾ ഞാനെങ്ങനെ കണ്ടുപിടിച്ചെന്ന് എന്നോട് ചോദിച്ചല്ലോ. രണ്ടാമത്തെ സ്വരം എന്ന് ഞാൻ വിളിക്കുന്ന ആ സ്വരമാണ് എന്നോട് പറയുന്നത് ഈശോയുടെ സ്വരത്തേക്കാൾ താഴ്ന്ന ഒരു സ്വരം, മറ്റുള്ളവരുടെയും സ്വരത്തേക്കാൾ താഴ്ന്ന സ്വരം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് വീണ്ടും ആവർത്തിച്ചു പറയുന്നു. എൻ്റെ ആത്മാവിൻ്റെ ശ്രവണം ഇവയെ മനുഷ്യ ശബ്ദം പോലെ തന്നെ കേൾക്കുന്നു. ഒരാൾ എൻ്റെ അടുത്ത് വന്നു നിന്ന് പറഞ്ഞാൽ എന്ന വിധം ഈ സ്വരം ഞാൻ കേൾക്കുന്നു. കരുണയോടെ, ദേഷ്യത്തോടെ, ശക്തമായി, മൃദുലമായി, സന്തോഷമായി, സങ്കടത്തോടെ, ഇങ്ങനെ വിവിധ തരത്തിൽ കേൾക്കുന്നു. എന്നാൽ രണ്ടാമത്തെ സ്വരം ഒരു പ്രകാശം പോലെയാണ്. എൻ്റെ അരൂപിയിൽ സംസാരിക്കുന്ന ഒരു ഉൾക്കാഴ്ചയാണ് അരൂപിയിൽ. അരൂപിയോടല്ല, ഇതൊരു സൂചനയാണ്. അങ്ങനെ സംവാദത്തിലേർപ്പെട്ട സംഘത്തെ ഞാൻ സമീപിച്ചപ്പോൾ വൃദ്ധനായ ഒരു മനുഷ്യന് സമീപം വളരെ ചൂടുപിടിച്ച തർക്കത്തിലേർപ്പെട്ടിരുന്ന മഹിമയേറിയ വ്യക്തി ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഈ ആന്തരികമായ അത് എന്നോട് പറഞ്ഞു, ഗമാലിയേൽ, ഹില്ലേൽ. അതെ, ആദ്യം ഗമാലിയേൽ, പിന്നെ ഹില്ലേൽ. എനിക്കതേക്കുറിച്ച് ഒരു സംശയവുമില്ല. ഇവർ ആരാണെന്ന് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ആന്തരിക സഹായി മോണിറ്റർ മൂന്നാമത്തെ ആളിനെ എനിക്ക് കാണിച്ചു തരുന്നു. ഗമാലിയേൽ ആ സമയം ആ മനുഷ്യനെ പേര് പറഞ്ഞു വിളിക്കുകയായിരുന്നു. കാഴ്ചയിൽ തന്നെ അപ്രീതി ഉളവാക്കുന്നയാൾ. അങ്ങനെ പ്രീശൻ്റെ ഭാവമുള്ള ആ മനുഷ്യൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് ഈ ആന്തരിക സഹായി എനിക്കൊരു കാര്യം മനസ്സിലാക്കി തന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ മരണത്തിനു ശേഷമുള്ള സ്ഥിതിയാണ് ഞാൻ ദർശനത്തിൽ കണ്ടതെന്ന് ദർശനങ്ങളിൽ ഇതുപോലെ പല പ്രാവശ്യം സംഭവിക്കുന്നുണ്ട്. എനിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത പല വിശദാംശങ്ങളും ഈ മോണിറ്ററാണ് എനിക്ക് മനസ്സിലാക്കി തരുന്നത്. കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഇത് ആവശ്യമാണ്. ഞാൻ വ്യക്തമായി ഉത്തരം നൽകിയെന്ന് കരുതുന്നു. എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഞാൻ നിർത്തട്ടെ, കാരണം ഈശോ സംസാരിക്കാൻ തുടങ്ങുന്നു. ഈശോ പറയുന്നു, കൊച്ചു ജോണേ, ക്ഷമിച്ചിരിക്കൂ. മറ്റൊരു കാര്യമുണ്ട്. നിന്റെ ആധ്യാത്മപിതാവിനെ തൃപ്തിപ്പെടുത്താനും ഈ ജോലി പൂർത്തിയാക്കാനും വേണ്ടി അത് ചെയ്യാം. നാളെ വിഭൂതി ബുധനാഴ്ച. ഇത് പൂർത്തിയാക്കി കൊടുക്കണം. ഇത് പൂർത്തിയാക്കിയിരിക്കണം. കാരണം നീ എന്നോട് കൂടി സഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പുറകോട്ട് പോകാം, കുറേ പുറകോട്ട് പോകാം. 12 വയസ്സുള്ള ബാലനായ ഞാൻ ദേവാലയത്തിൽ തർക്കിക്കുന്ന ഭാഗം വരെ നമുക്ക് പുറകോട്ട് പോകാം. അല്ല, നമുക്ക് ജെറുസലേമിലേക്കുള്ള റോഡ് വരെയും അവിടെ നിന്ന് ദേവാലയത്തിലേക്കുള്ള വഴി വരെയും പോകാം. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സംഘങ്ങൾ ഒരുമിച്ച് ചേർന്നപ്പോൾ ജോസഫിൻ്റെ കൂടെ ഈശോയില്ല എന്നു മനസ്സിലാക്കിയ മേരിയുടെ ഉത്കടവ്യത കാണുക. അവൾ തൻ്റെ മണവാളനെ ശക്തമായി കുറ്റപ്പെടുത്തുന്നില്ല. ഏതൊരു സ്ത്രീയും അത് ചെയ്യുമായിരുന്നു. ഇതിനേക്കാൾ വളരെ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. കുടുംബത്തിൻ്റെ ശിരസ് ഇപ്പോഴും പുരുഷനാണെന്ന കാര്യം വിസ്മരിച്ചു കളയുന്നു. എന്നാൽ മേരിയുടെ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന വേദന ഏതു കടുത്ത കുറ്റാരോപണത്തെക്കാളും അധികം ജോസഫിൻ്റെ ഹൃദയത്തെ തുളയ്ക്കുന്നു. മേരി വികാരക്ഷോഭത്തിൻ്റെ ഒരു നാടകം അഭിനയിക്കുന്നില്ല. ഇതിനേക്കാൾ വളരെ ചെറിയ കാര്യങ്ങൾക്കായി നിങ്ങൾ ബഹളം വയ്ക്കുന്നു. കാരണം മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കണം, നിങ്ങളോട് സഹതപിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ മേരി മനസ്സിൽ അമർത്തിയിരിക്കുന്ന ദുഃഖം വളരെ തെളിവായി കാണാം. അവൾ വിറയ്ക്കാൻ തുടങ്ങുന്നു. അവളുടെ മുഖം വിളറുന്നു. കണ്ണുകൾ വല്ലാതെ തുറന്നിരിക്കുന്നു. കണ്ണീരും കരച്ചിലും കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ സഹതാപം മേരി ജനിപ്പിക്കുന്നു. മേരിക്ക് ക്ഷീണമോ വിശപ്പോ ഇല്ല. യാത്ര എത്ര ദീർഘമാണ്. എത്രയോ മണിക്കൂറുകളായി മേരി ഭക്ഷണം കഴിക്കാതിരിക്കുന്നു. എല്ലാം ഉപേക്ഷിക്കുന്നു. ഒരുക്കിക്കൊണ്ടിരുന്ന കിടക്കയും എടുത്തു കൊടുക്കാൻ തയ്യാറാക്കി വെച്ചിരുന്ന ഭക്ഷണവുമെല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു പോകുന്നു. സമയം രാത്രി, നല്ല ഇരുട്ടും. അതൊന്നും സാരമാക്കുന്നില്ല. ഓരോ ചുവടും തിരിച്ച് ജെറുസലേമിലേക്ക്. കൂട്ടമായി പോകുന്ന സഞ്ചാരികളെയും തീർത്ഥാടകരെയും നിർത്തി അവരോട് ചോദിക്കുന്നു, ജോസഫ് മേരിയെ അനുഗമിക്കുകയും
സഹായിക്കുകയും ചെയ്യുന്നു. സുദീർഘമായ ഒരു ദിവസത്തെ യാത്ര തിരിച്ച് ജെറുസലേമിലേക്ക്. പിന്നീട് പട്ടണത്തിൽ ചൂടുപിടിച്ച അന്വേഷണം. എവിടെയായിരിക്കും അവളുടെ ഈശോ? ദൈവത്തിൻ്റെ പരിപാലനം ആവിധമായിരുന്നതിനാൽ എവിടെ അന്വേഷിക്കണമെന്ന് അനേകം മണിക്കൂർ നേരത്തേക്ക് മേരി അറിയുന്നില്ല. ഒരു കുട്ടിയെ ദേവാലയത്തിൽ അന്വേഷിക്കുക യുക്തിപൂർവകമല്ല. ഒരു കുട്ടി ദേവാലയത്തിൽ എന്തു ചെയ്യാനാണ്? ഏറിയാൽ പട്ടണത്തിൽ വഴിതെറ്റി അമ്മയെ അന്വേഷിച്ച് ദേവാലയത്തിലേക്ക് വന്നെന്നു വരാം. എങ്കിൽ തന്നെ അവരെ കരച്ചിൽ കണ്ട് പുരോഹിതരോ മറ്റുള്ളവരോ ആരെങ്കിലും അവനെ മാതാപിതാക്കളെ ഏൽപ്പിക്കാൻ വേണ്ടത് ചെയ്യാതിരിക്കുകയില്ല. പടിവാതിലുകളിൽ ആ വിവരം അറിയിക്കുമായിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും അറിയിച്ചു കേട്ടില്ല. പട്ടണത്തിൽ ഒരുത്തർക്കും ഈ കുട്ടിയെക്കുറിച്ച് അറിഞ്ഞുകൂടാ. സുന്ദരനോ സ്വർണ്ണ നിറമുള്ള മുടിയോ നല്ല ശക്തിയുള്ള ശരീരമോ ഇതുപോലെ എത്രയെത്ര കുട്ടികൾ. അവനെ ഇന്ന സ്ഥലത്തു കണ്ടു എന്ന് പറയത്തക്ക ഒരടയാളവുമല്ല ഇവയൊന്നും. അനന്തരം മേരി 3 ദിവസങ്ങൾക്ക് ശേഷം പിൽക്കാലത്ത് അനുഭവിക്കാനിരിക്കുന്ന വേദനയുടെ 3 ദിവസങ്ങളെ സൂചിപ്പിക്കുന്ന 3 ദിവസങ്ങൾക്ക് ശേഷം ക്ഷീണിച്ചു തളർന്ന് ദേവാലയത്തിൽ പ്രവേശിക്കുന്നു. അങ്കണങ്ങളും നടപ്പുരകളും പിന്നിട്ട് അന്വേഷിക്കുന്നു. ഒരു ഫലവുമില്ല. ഒരു കുട്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ആ സാധുവായ അമ്മ ഓടിച്ചെല്ലുന്നു. ആടിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോഴും അവൾ വിചാരിക്കുന്നത് തൻ്റെ പുത്രൻ്റെ കരച്ചിലാണെന്നാണ്. എന്നാൽ ഈശോ കരയുകയല്ല, പഠിപ്പിക്കുകയാണ്. പെട്ടെന്നൊരു ആൾക്കൂട്ടത്തിൻ്റെ പിന്നിൽ നിന്ന് അവൻ്റെ സ്വരം ഇങ്ങനെ പറയുന്നതായി അവൾ കേൾക്കുന്നു: ഈ കല്ലുകൾ പ്രകമ്പനം കൊള്ളും. ജനക്കൂട്ടത്തിനിടയിലൂടെ ബന്ധപ്പെട്ട് വഴിയുണ്ടാക്കിയവൾ അവൻ്റെ അടുത്തെത്തി. അതാ അവിടെ അവളുടെ പുത്രൻ കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് പണ്ഡിതരുടെ മധ്യേ നിൽക്കുന്നു. മേരി വിവേകമതിയായ കന്യകയാണ്. എന്നാൽ ഈ പ്രാവശ്യം ഉത്കണ്ഠ വിവേകത്തെ ജയിക്കുന്നു. എല്ലാം നിലം പരിശാക്കുന്ന ഒരു കൊടുങ്കാറ്റാണുള്ളത്. അവൾ പുത്രൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്യുന്നു. സ്റ്റൂളിൽ നിന്ന് ഈശോയെ എടുത്ത് നിലത്ത് നിർത്തിയിട്ട് ഉച്ചത്തിൽ ചോദിക്കുന്നു: ഓ, എന്തുകൊണ്ടാണ് നീ ഞങ്ങളോടിത് ചെയ്തത്? 3 ദിവസമായി ഞങ്ങൾ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. മകനെ, നിന്റെ അമ്മ വേദന കൊണ്ട് മരിക്കുകയാണ്. നിന്റെ അപ്പൻ ക്ഷീണം കൊണ്ട് തളർന്നു പോയിരിക്കുന്നു. എന്തുകൊണ്ടാണിത്? ഈശോ: അറിയുന്നവനോട് എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുകയില്ല? എന്തുകൊണ്ട് അവൻ ആ വിധത്തിൽ പെരുമാറിയെന്ന്? ദൈവവിളി പിഞ്ചെല്ലുന്നവരോട് എന്തുകൊണ്ടാണ് അവർ എല്ലാം ഉപേക്ഷിച്ച് ദൈവസ്വരത്തെ അനുഗമിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുകയില്ല? ഞാൻ ജ്ഞാനമായിരുന്നു. എനിക്കറിയാമായിരുന്നു ഒരു ദൗത്യത്തിനായി ഞാൻ വിളിക്കപ്പെട്ടു. ഞാനത് നിർവഹിക്കുകയായിരുന്നു. ഭൂമിയിലെ അപ്പനും അമ്മയ്ക്കും മുകളിലായി ദൈവമുണ്ട്, ദൈവപിതാവ്. അവിടുത്തെ താല്പര്യങ്ങൾ നമ്മുടേതിനേക്കാൾ ഉപരിയായതാണ്. അവിടുത്തെ സ്നേഹം മറ്റെല്ലാറ്റിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഞാനത് അമ്മയോട് പറയുന്നു. പണ്ഡിതന്മാരുടെ രാജ്ഞിയായി മേരിക്ക് നൽകിയ പാഠത്തോടെ പണ്ഡിതന്മാരെ പഠിപ്പിച്ചു കൊണ്ടിരുന്നത് ഞാൻ പൂർത്തിയാക്കി. അവളതൊരിക്കലും മറന്നില്ല. എന്നെ തിരിച്ചു കിട്ടിയതിനാൽ വീണ്ടും അവളുടെ ഹൃദയത്തിൽ സൂര്യൻ പ്രകാശിക്കാൻ തുടങ്ങി. ഞാൻ എളിമയോടെ അനുസരണയോടെ അവളുടെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ആഴത്തിൽ വേരുറപ്പിച്ചിരുന്നു. ഞാൻ ഭൂമിയിലായിരിക്കുന്ന അടുത്ത 21 വർഷത്തിനുള്ളിൽ ധാരാളം സൂര്യപ്രകാശവും ഏറെ മേഘങ്ങളും ആകാശത്തിലുണ്ടാകും. അടുത്ത 21 വർഷങ്ങൾക്കുള്ളിൽ വലിയ സന്തോഷങ്ങളും ധാരാളം കണ്ണീരും മാറി മാറി അവളുടെ ഹൃദയം അനുഭവിക്കും. എന്നാൽ ഇനി ഒരിക്കൽ പോലും അവൾ എൻ്റെ മകനെ, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഞങ്ങളോട് ചെയ്തു എന്ന് ചോദിക്കുകയില്ല. ഓ ധിക്കാരികളായ മനുഷ്യരെ, നിങ്ങൾ ഈ പാഠം പഠിക്കുക. ഈ ദർശനത്തെ നയിച്ചതും മനസ്സിലാക്കി തന്നതും ഞാനാണ്. കാരണം നീ കൊച്ചു ജോൺ തുടർന്ന് എന്തെങ്കിലും ചെയ്യാൻ പ്രാപ്തയല്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് പോലെ വേണം ഈ ചെറു പുസ്തകം എഴുതുക. ഒന്നാമത്തെ ദുഃഖം ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നത്. രണ്ടാമത്തെ ദുഃഖം ഈജിപ്തിലെ താമസം. മൂന്നാമത്തെ ദുഃഖം ഈശോയെ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോകുന്നത്. നാലാമത്തെ ദുഃഖം വിശുദ്ധ യൗസേപ്പിൻ്റെ മരണം. അഞ്ചാമത്തെ ദുഃഖം ഈശോ നസ്രത്തിൽ നിന്നും പോകുന്നത്. അതിനുശേഷം 1944 ഫെബ്രുവരി 10 പറഞ്ഞു തന്ന കാര്യങ്ങൾ. ആറാമത്തെ ദുഃഖം 1944 ഫെബ്രുവരി 13 ദർശനം.
4 കാര്യങ്ങൾ: സിനഗോഗ്, നസ്രസിലെ ഭവനം, സിനഗോഗിൻ്റെ ഈശോ ചെയ്ത പ്രസംഗം, നസ്രസിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം അമ്മയുമായുള്ള സംഭാഷണം, 7ാമത്തെ ദുഃഖം 1944 ഫെബ്രുവരി 14 ദർശനം, അനന്തരം ഫെബ്രുവരി 15 പറഞ്ഞ കാര്യങ്ങൾ, പിന്നീട് ഫെബ്രുവരി 16 പറഞ്ഞ കാര്യങ്ങൾ, 8ാമത്തെ ദുഃഖം പെസഹ ഭക്ഷണം, 9ാമത്തെ ദുഃഖം പീഡാനുഭവം, 1943 ഫെബ്രുവരി 11 ലഭിച്ച ദർശനവും ഫെബ്രുവരി 18 ലഭിച്ച ദർശനവും കൂട്ടിച്ചേർത്ത് എഴുതണം. 10ാമത്തെ ദുഃഖം ഈശോയുടെ കബറടക്കം, ഫെബ്രുവരി 19. അത് കഴിഞ്ഞ് ഫെബ്രുവരി 21 ലഭിച്ച ദർശനവും ഫെബ്രുവരി 22 പറഞ്ഞെഴുതിച്ച കാര്യങ്ങളും. പ്രസക്തമായവ ഈശോയെ ദേവാലയത്തിൽ കണ്ടെത്തിയതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ 3ാമത്തെ ദുഃഖത്തിൽ അനുയോജ്യമായ ഭാഗത്ത് ചേർത്തെഴുതണം. ആദ്യമേ വൈദികൻ സാധാരണ ചെയ്യുന്നത് പോലെ തനിക്കായി തന്നെ ഒരു ചെറു പുസ്തകമാക്കും. ഒരു തെറ്റ് പോലും വരാതിരിക്കുന്നതിന് നീ അത് തിരുത്തി കൊടുക്കണം. പിന്നീട് മറ്റുള്ളവരുടെ ആവശ്യം പോലെ പ്രതികൾ ഉണ്ടാക്കിക്കൊള്ളും. തീർച്ചയായും ഓരോ ദർശനവും അതിനുള്ള നിർദ്ദേശങ്ങളും ചേർത്ത് എഴുതണം. ഉയിർപ്പ് തിരുനാളിന് എല്ലാം തയ്യാറാകണമെന്ന് വൈദികൻ ആഗ്രഹിക്കുന്നു. ഉയിർപ്പ് തിരുനാളിനൊരുക്കമായി ഇത് തയ്യാറാക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അതിനാൽ ഇന്ന് നിനക്ക് ഇവയെല്ലാം തരുന്നു. വിഭൂതി ബുധനാഴ്ച നോമ്പിൻ്റെ 1ാം ദിവസം, സമയം 4:30 PM ആയി. ജോലി തുടങ്ങി മക്കളെ, നിങ്ങൾ അനുഗ്രഹീതരാകട്ടെ. ഈ ദാനത്തെ നിഷ്കളങ്കമായ ഹൃദയത്തോടും വിശ്വാസത്തോടും കൂടി സ്വീകരിക്കുന്നവരും അനുഗ്രഹീതരാകട്ടെ. പിതാവ് ആഗ്രഹിച്ച അഗ്നി ഇന്ന് അവരിൽ പ്രകാശിക്കും. ലോകം അതിൻ്റെ ക്രൂരതയിൽ നിന്നും വ്യത്യാസപ്പെടുകയില്ല. അത് അത്രക്ക് വഷളായിരിക്കുന്നു. എന്നാൽ അവർക്ക് ആശ്വാസം ലഭിക്കും. ദൈവത്തിനായി അവർ ദാഹിക്കും. വിശുദ്ധിക്കായുള്ള പ്രചോദനം ഉള്ളിൽ ഉയരുന്നതായി അനുഭവപ്പെടും. കൊച്ചു ജോണേ, സമാധാനത്തിൽ പോകുക. നിന്റെ ഈശോ നിനക്ക് നന്ദി പറയുന്നു, നിന്നെ അനുഗ്രഹിക്കുന്നു.